UDF-കാർ ചോദിക്കുന്നത് 10 വർഷം മുമ്പില്ലാത്തത് എന്താണ് ഇപ്പോഴുള്ളത് എന്നാണ്. 10 വർഷം മുമ്പ് നമ്മളുടെ പ്രദേശത്തുകൂടെ കടന്നു പോകുന്ന ദേശീയപാത നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെതാണ് റോഡ് എന്നാണ് UDF ന്യായം പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെതാണ് റോഡെങ്കിൽ കേന്ദ്ര സർക്കാർ മുമ്പും ഈ രാജ്യത്തുണ്ടായിരുന്നില്ലേ? എന്തേ UDF-ന് 1 ഏക്കർ സ്ഥലമെങ്കിലും ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല? 2500-ലധികം ഏക്കർ സ്ഥലം ഒരു മനുഷ്യന്റെയും കണ്ണുനീര് വീണ് കുതിരാതെ ഏറ്റെടുത്തു കൊടുക്കാൻ ഒന്നാം പിണറായി സർക്കാരിന് സാധിച്ചതുകൊണ്ടാണ് ദേശീയപാത യാഥാർത്ഥ്യമായത്. അസംഭവ്യം എന്ന് കരുതിയിരുന്ന ദേശീയപാത, അന്ന് അതിനെ എതിർത്തിരുന്ന ആളുകളാണിപ്പോ അവരുടെ വിലപിടിപ്പുള്ള കാറുകളിൽ മലർന്ന് കിടന്ന് 100-ഉം 120-ഉം സ്പീഡിൽ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറ്റിപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിനെതിരായി, സ്ഥലമേറ്റെടുപ്പിനെതിരായി, സർവേക്കെതിരായി, സർവേ നിശ്ചയിച്ചുകൊണ്ട് അതിർത്തി നിശ്ചയിച്ച കല്ലുകൾ എടുത്തിടാൻ മത്സരിക്കുകയായിരുന്നില്ലേ UDF? 10 കൊല്ലം മുമ്പില്ലാത്ത ഈ ദേശീയപാത ഉണ്ടായത് സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയുടെ ഉൾക്കരുത്തിന്റെയും ചെങ്കൂറ്റത്തിന്റെയും ചങ്കുറപ്പിന്റെയും പിൻബലത്തിലാണ്. അദ്ദേഹം അല്ലായിരുന്നു മുഖ്യമന്ത്രി എങ്കിൽ ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ ഈ ദേശീയപാത യാഥാർത്ഥ്യമാകും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ?